Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Prayer പറഞ്ഞു. Prayer പറയാം മാം. മാം സാൻസ്ക്രിറ്റ് prayer ആണ് പറയുന്നത്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. Meaning, may the Supreme protect us both, teacher and student together. May He nourish us both together with knowledge, wisdom. May we work with great energy and vigor. May our studies, learning be brilliant, effective, and illuminating. May there be no animosity, hatred, dispute between us. Peace, peace, peace. In the self, peace in the world, peace in the divine. Signing and thought of the day. Thought പറയാം ma'am. Logic will take you from A to B. Imagination will take you everywhere. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്. Signing. Okay. Prepared ആണാരെങ്കിലും? പറയട്ടെ മാം. I warmly welcome our beloved Aparna ma'am and all our Montessori to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you and wish you a wonderful day. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 8th ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തത്. യൂണിറ്റ് 3 സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലേ? അല്ലേ, ഓർമ്മയില്ലേ? Then എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ബട്ടൺ ഫ്രെയിം മാം അതിന്റെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു തന്നിരുന്നു മാം. അപ്പൊ ഓരോ വീക്ക് ഓരോന്ന് പറഞ്ഞുതരാം. ബട്ടൺ ഫ്രെയിം പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വീക്കിൽ ഓരോന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, അങ്ങനെയാണ് മാം പറഞ്ഞത്. ഏതാണ് നിങ്ങൾ റെഡി ആയിട്ടുള്ളത്? പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രസന്റ്. പിന്നെ സെമിനാർ പറഞ്ഞിട്ടുണ്ട്. സെമിനാർ ഉണ്ടോ? സെമിനാർ ഇല്ലേ? MT16 ഹെലൻ കെല്ലർ, പ്രസീത APJ അബ്ദുൽ കലാം, ദിവ്യ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് ഫ്രെയിംസ് കാണാം, എന്നിട്ട് സെമിനാർ എടുക്കാം. ഓക്കെ, ഫ്രെയിം ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് പിൻ ചെയ്യാമായിരുന്നു. പേര് മെസ്സേജ് അയക്കോ? സുബി പ്രസന്റ് ചെയ്തോടാ. സുബി ബാക്ക്ഗ്രൗണ്ട് എഫക്ട് ഇട്ടിട്ടുണ്ടാവോ? സുബി പ്രസന്റ് ചെയ്തോടാ. എടതില്ലേ ഒരു പ്രശ്നമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എഫക്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ബോക്സും ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഉള്ളൊന്നും കാണുന്നില്ല. എല്ലാവർക്കും അതല്ലേ, അങ്ങനെയല്ലേ പറ്റുന്നത്? ഇനി കാണിച്ചു. ഇത് ഫ്രെയിമാ. ഓക്കെ, ഇതിന്റെ കൂടെ ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ വെൽക്രോ ആ ചെയ്തിട്ടുള്ളത്. ഫിറ്റ് ആവോ? യെസ് മാം, ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു പോക്കറ്റ് പോലെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ചെയ്യാം. ബിക്കോസ് ഇപ്പൊ ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കിയത് താഴെ ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ സ്ക്രൂ കൊടുത്തതുകൊണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ ബട്ടൺ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാം. ബട്ടൺ ഫ്രെയിമിനകത്ത് പ്രസ് ബട്ടൺ ആണ്. യെസ് മാം, പ്രസ് ബട്ടൺ ആണ്. ഓക്കേടാ, വേറെ ചെയ്തിട്ടുണ്ടോ? വേറെ മാം ഇത് രണ്ടേ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കേടാ, ശരി, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്രസീത. യെസ് മാം. മാം എനിക്കൊരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു മാം. ഞാൻ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് മാം. ഞാനിത് കട്ട് ചെയ്യണോ മാം? എനിക്കൊരു ഡൗട്ടും കൂടി ഉണ്ട്. നല്ലതായിരിക്കും, കാരണം ഇത് ഡ്രസ് തന്നെയല്ലേ കാണുന്നത് നമ്മള്. അതെ അപ്പൊ ആ അതെ ഒരു ഷോൾഡറിന്റെ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പീസ് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മാം ഇങ്ങനെ മതിയാവും മാം? ഫ്രെയിം ജസ്റ്റ് ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ മതിയാവോ? കുഴപ്പമുണ്ടാവില്ല. ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് കട്ട് ചെയ്യണം മാം? അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഷോൾഡറും ആ ഒരു ഹെഡ് പൊസിഷനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ തന്നെ ഷോൾഡറും. ഓക്കെ മാം. അതും ഞാൻ ഇത് കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ചോദിച്ചിട്ട് കട്ട് ചെയ്യാച്ചിട്ടായിരുന്നു. ഇത് പ്രസ് ബട്ടന്റെ മോഡലാണ്. അതും കട്ട് ചെയ്ത് പഴയതല്ലേ? പഴയതാണ്. ഇങ്ങനെ പ്രസ് ബട്ടൺ ടൈപ്പ് ആണ് മാം. ഞാൻ എന്നാ മോളത്തെ ഇത് മാത്രം കട്ട് ചെയ്തിട്ട് റെഡിയാക്കാം. കട്ട് ചെയ്യാന്നുണ്ടായിരുന്നു. കട്ട് ചെയ്യാമല്ലേ മാം? ഇവിടെയും ഉണ്ട്. കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നന്നായിരിക്കില്ല മാം. ഓക്കെ, ഞാൻ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഒന്നും കൂടി. ഓക്കേടാ. ഞാനിത് ജസ്റ്റ് ഹാൻഡ് മാത്രം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഹാൻഡും ഈ എക്സ്ട്രാ ഫിറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു. അപ്പൊ ഇനി ഇത് കട്ട് ചെയ്യാമല്ലോ? മൂന്നെണ്ണേ വരുള്ളൂ, അത് മതിയാവല്ലോ മാം? പ്രസ് ബട്ടൺ 3 വന്നുള്ളൂ. മൂന്നെണ്ണം. പിന്നെ മുകളിലാണ് 2 ഉള്ളത്. ഞാൻ അതാണ് കട്ട് ചെയ്യണോ വേണ്ടേന്നൊരു ഡൗട്ടായിട്ട് മാം. കട്ട് ചെയ്തോ, ആ 3 വന്ന രീതിയിൽ മതി. അത് മതിയല്ലേ മാം? ഓക്കെ. ശ്രീതി. ഓക്കെ മാം. സിബാണ്. നല്ല ഭംഗിയുണ്ടല്ലോ. വുഡ് വെച്ച് ചെയ്ത്? വുഡ് അല്ല, കാർബോർഡാണ്. സൈഡിലോ? ഇതിങ്ങനെ ഫിറ്റ് ഊരിയെടുക്കാൻ പറ്റും. താഴെ പശ ഒട്ടിച്ച് ഫിറ്റ് ആക്കി ഇത് ഊരി മാറ്റാൻ പറ്റും. അപ്പൊ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സിബ് ഫ്രെയിം ആണ് ചെയ്തത്. മഞ്ജു. മാം കാണാൻ പറ്റുന്നുണ്ടോ? പ്രസ് ബട്ടൺ. ഓക്കേടാ. ഓക്കെ മാം. വിദ്യ. യെസ് മാം. ഓക്കേടാ, പ്രസ് ചെയ്തോട്ടോ. മാം ഒരു വുഡ് ടൈപ്പ് ആണ് മാം. ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കാം മാം. ഓക്കെ, അതിന്റെ താഴെയല്ലേ? എന്താ മാം? പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ആണ്. ഓക്കെ, മനസ്സിലായി. ഇത് എന്താ മെറ്റീരിയൽ താഴെ? ഇതൊരു വുഡ് ടൈപ്പ് ഒരു പീസ് കട്ട് ചെയ്താ മാം. ഇതൊരു സീലിംഗ് ചെയ്തതിന്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പൊ അതിനെടുത്ത് യൂസ് ചെയ്തു. ഇതിലെന്തെങ്കിലും ചെയ്യണോ മാം? ഇങ്ങനെ ഒരു ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ചെയ്യണ മോഡല്. സ്റ്റിച്ച് ചെയ്യാനായിരിക്കും. അതെല്ലേ മാം? കട്ട് ചെയ്യാല്ലേ മാം? അതായിരിക്കും നല്ലത്. ഓക്കെ മാം. മാം ബട്ടൺസ് നമുക്ക് എത്ര വേണ്ടി? ഇപ്പൊ ലൈക്ക് ഞാൻ വെച്ച 4 ബട്ടൺസ് ആ വെച്ചത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും കൗണ്ട് ഉണ്ടോ? മിനിമം 3 or 4. അൻഷില. ഓക്കേടാ, ഇത് വുഡാണോ? വുഡാണ്. ഓക്കേടാ. സിബ് ഫ്രെയിം ആണോ? ഏതാ? ഇത് എന്ത് ഫ്രെയിം? സിബ് അല്ലേ? സിബ്. ഓക്കേടാ. ഓക്കെ. നസ്രിയ. നന്നായിട്ടുണ്ട് കേട്ടോ. നസ്രിയ,
പ്രസന്റ് ചെയ്തോ. ഉണ്ട്. സിബ് ഇതിൽ വെച്ചിട്ടില്ല, ഫ്രെയിം വെച്ചിട്ടില്ല. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇത് കാണിച്ചതാ. ഓക്കെ. ഇത് നെക്സ്റ്റ് ചെയ്ത വെൽക്രോയോ? ആ, ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പാർവതി, സിബ് ഫ്രെയിം ആണല്ലേ? സിബ് ഫ്രെയിം. ഓക്കേടാ. ചെറുതാണോ? ചെറുതാണ് മിസ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇനി വലുതാക്കി ചെയ്തോ കേട്ടോ. ഓക്കെ. ദിവ്യ, യെസ് മാം. പ്രസന്റ് ചെയ്തോ കേട്ടോ. പ്ലസ് ബട്ടൺ ആണ്. അതെ മാം. ഓക്കെ. ഫ്രെയിമോ? കാർഡ്ബോർഡ് ആണ്? അല്ല. ഓക്കേടാ. പ്രസ് ബട്ടൺ ഭയങ്കര ഈസി ആണെന്ന് തോന്നുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മെറ്റീരിയൽ വേഗം കിട്ടുമല്ലേ, അതുകൊണ്ട് ഈസി ആയിട്ട് പ്രസ് ബട്ടൺ നോക്കിയിരിക്കുന്നേ എല്ലാവരും. മഞ്ജുരാജ്, മിസ് പ്രസന്റ് ചെയ്തോടാ. കാണാൻ പറ്റുന്നുണ്ടോ? നേരത്തെ കാണാൻ പറ്റുമായിരുന്നു, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണാം. കാണുന്നുണ്ടോ? ഇത് സിബാണ് ചെയ്തേക്കണത്. സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ? സിബ് ഇല്ല മിസ്സേ, ഞാൻ ഫ്രെയിം തന്നെ കട്ട് ചെയ്ത് കുറച്ചേരം മുമ്പ്. എനിക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് അറിയാത്തതുകൊണ്ട് ഇപ്പൊ ബ്രദറിനെ കൊണ്ട് കട്ട് ചെയ്യിച്ച് ശരിയാക്കി. അപ്പൊ അതെ, ഇവിടെ ഇല്ല മിസ്സേ, അതെ ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രൂ ഊരിയിട്ട് നമുക്ക് ഇങ്ങനെ കയറ്റാം രണ്ട് സൈഡും. എന്നിട്ട് കയറ്റിയിട്ട് സൈസിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് ഇത് സൈസ് കറക്റ്റ് ചെയ്യാം. ഇതാണ് മിസ്സേ ഫ്രെയിം, ഇതാണ് സ്ക്രൂ. വേണ്ട ആ സ്ക്രൂ ഊരി അതിൽ കയറ്റിയിട്ട് ഇപ്പൊ ചെയ്യാം. ബ്രദറിന് സമയം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഒരു കടക്ക് ചെയ്യിച്ചത്. സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. അപ്പൊ മിസ്സേ അതില്ലേ മിസ്സേ, ഇപ്പം ഇതിന്റെ സൈഡ് മാത്രം മതി അല്ലേ? കോളറും കയ്യും ഒന്നും വേണ്ടല്ലേ? അത് വേണ്ട. അതാവുമ്പോ നമ്മള് ഡ്രസ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ആ ഒരു സ്ക്വയർ പീസിൽ കാണുന്ന പോലെ ആവണം. ഫ്രെയിംസ് കണ്ടിട്ടുള്ള സ്ക്വയർ പീസ് ആണ്. ചെയ്ത് കളയാൻ പറഞ്ഞെങ്കിലും അത് സ്ക്വയർ പീസ് എടുക്കാൻ പാടുള്ളൂ. സ്ക്വയർ മതിയല്ല? സ്ക്വയർ മതിയല്ലേ? ഓക്കെ മിസ്. പ്രീജി മാം, ഞാനത് കാർഡ്ബോർഡിലാ ചെയ്തിട്ടുള്ളത്. ഓക്കേടാ. പിന്നെ ഒന്നുകൂടെ ഉണ്ടേ, ഇതും കാർഡ്ബോർഡിൽ തന്നെ. അതിന്റെ മേലെ ഒരു പീസ് ആക്കിട്ട് സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട്. ഓക്കെ നന്നായി, കുഴപ്പമില്ലടാ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഏകദേശം കുറച്ച് പേരൊക്കെ കാണിച്ചിട്ടുള്ളൂ മെറ്റീരിയല്. കാരണം നമ്മളെ സ്ട്രെങ്ത് 34 പേരുണ്ട്. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 10-15 പേരെങ്ങാനും കാണിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? മെറ്റീരിയൽസ് ചെയ്തോ? ചോദിച്ചോ. നമുക്ക് ഓൺലൈനിൽ ഈ ഫ്രെയിം ഒക്കെ കിട്ടൂലോ, അപ്പൊ നമുക്ക് അത് അങ്ങനെ മേടിച്ചിട്ട് അതന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ബിൻസി, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മോനിപ്പോ ചോദിച്ച ചോദ്യത്തിനൊരു ഇത് പറയാം. നമ്മളിപ്പോ ജസ്റ്റ് ബട്ടണിങ് ഫ്രെയിം ആണെന്ന് വിചാരിക്കേ. ഓൺലൈൻ നോക്കുവാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. അത് നോക്കൂ. നിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എത്ര പ്രൈസ് തന്നെയാണ്. ഓക്കെ, ആ ഫ്രെയിംസിന്റെ റേറ്റ് നോക്കി നിങ്ങള്. വെച്ചാല് ഒരു ഫ്രെയിമിന് മേ ബി ഈ ഒരു റേറ്റ് വരും. കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. പക്ഷെ 500, 900 ഒക്കെ വരുമായിരുന്നു. 900. ഈ എല്ലാ ഫ്രെയിമും നമ്മൾ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല എമൗണ്ട് വരും. ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തോ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. തുന്നെങ്കിലും ചെയ്യാം. കൈത്തുന്നൽ ചെയ്താൽ പോലും നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് പിന്നെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ അത്ര വെച്ചാല്
വാങ്ങിച്ച ബെനിഫിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡേ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉള്ളവർക്ക് അവർക്കായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് ഉള്ളത്. മനസ്സിലായോ? എന്നുവെച്ചാല് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ച് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പം ഡേ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും വാങ്ങിക്കുന്നത്. ചില കുട്ടികൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. ചിലവർ മിക്കവരും ഈ മെറ്റീരിയൽസ് ചെയ്യിക്കാറാണ് പതിവ്. മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നതിലും നമുക്ക് നല്ലത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ പിങ്ക് ടവർ ഒക്കെ ആണെങ്കിൽ ഈ കുട്ടികൾ ചെയ്തെടുക്കാറുണ്ട്. വുഡന്റെ പിങ്ക് ടവർ ഒക്കെ ചെയ്തെടുക്കാറുണ്ട്. പിങ്ക് ടവർ പറഞ്ഞു തന്നിട്ടില്ലാലോ? അത് വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയിൽ വരുമ്പോ അത് പറഞ്ഞുതരാം. കാരണം ഈ ഒരു മെറ്റീരിയൽ സിമ്പിൾ ആണ്. 2 വുഡൻ സ്റ്റിക്കും 2 റോളും ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ ആണിത്. ഓക്കെ, ഞാൻ ഒരു നെക്സ്റ്റ് ക്ലാസ് പറ്റാണെങ്കിൽ എന്റെ കയ്യിൽ ഇതിന്റെ സ്റ്റിക്കും ആ റോളും എന്റെ കയ്യിലുണ്ട്. ഞാൻ കടയിൽ പോയപ്പോ അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പറ്റാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഞാനത് മേടിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അങ്ങനെ ഡൗട്ട് വന്നു ഗ്രൂപ്പിലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്ടിവിറ്റി തരുമ്പോ നമുക്ക് അങ്ങനെ റെഡിമെയ്ഡ് സാധനങ്ങൾ മേടിച്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. അതാണോ? നമ്മളത് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതും റെഡിമെയ്ഡ് എന്ന് പറയുമ്പോ അതിനത്രയും ഇപ്പൊ ഈ ഫ്രെയിമുകളൊക്കെ കൂടി ഒരു പീസ് എനിക്ക് തോന്നുന്നു അതേ മോഡൽ ഒരു പീസ് കിട്ടും. പക്ഷെ മാർക്ക് ഇടൂല ടീച്ചർമാര്. ഓരോ ടീച്ചർമാരുടെ രീതിയാണ്. നിങ്ങൾ ചെയ്തിപ്പോ കാർഡ്ബോർഡ് യൂസ് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് മാർക്ക് ഇടും. പക്ഷെ അത് റെഡിമെയ്ഡ് കാണിക്കുമ്പോൾ അവിടെ മാർക്ക് വളരെ കുറയും. ഓക്കെ, ഇപ്പൊ ചാർട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യില്ലേ, ആൽഫബറ്റ് ചാർട്ടും കാര്യങ്ങളും. ചില കുട്ടികൾ അത് ആൽഫബറ്റ് ചാർട്ട് വാങ്ങിച്ച് അതേപോലെ തന്നെ കാണിക്കും. അപ്പൊ അതിന് മാർക്ക് ഇടില്ല. നമ്മൾ സ്വന്തം എഴുതിയിട്ടൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അതിന് മാർക്ക് വരുന്നത്. മനസ്സിലായോ? പിങ്ക് ടവർ ഒക്കെ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പറഞ്ഞുള്ളൂ. സ്വന്തമായിട്ട് വുഡൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതിൽ കുറച്ച് സ്പേർക്ക് സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതെടുക്കാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോടാ. 5 എണ്ണത്തിനും 5 ഫ്രെയിം വേണോ, അതോ ഒരു ഫ്രെയിമിൽ തന്നെ 5? ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു ഫ്രെയിമിൽ തന്നെ 5 എണ്ണം വരുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ അത് മാറ്റിയിടണമെന്ന് ഒരു ഫ്രെയിം സെറ്റ് ആക്കി ചെയ്യണം. ബാക്കിയെല്ലാം ഒരു മോഡൽ പോലെ ചെയ്താൽ മതി. മനസ്സിലായോ? പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രെയിം കാണിക്കണം. ഇതിന്റെ മോഡൽസ് ആണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അറ്റ് ടൈം ചിലപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ചിട്ട് കാണിക്കാനായിട്ട് പറ്റണമെന്നില്ല. സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഒരു ഫ്രെയിമിൽ ഒരു മെറ്റീരിയലും ബാക്കിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാലും ഓക്കെ ആണ്. ഓക്കെ മാം, താങ്ക് യു. മാം, നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യം വരുമോ? അത് ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിരിക്കും. നമ്മളോട് അവിടെ അവർ തരുന്ന പോർഷൻസ് ആണ് എടുക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ അവർ പറയുന്ന പോർഷൻസ് എടുത്താൽ മതിയാവും. നമ്മളോട് നിങ്ങൾ എന്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്താണോ ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ പ്രസന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സുബി മോണ്ടിസോറി സ്കൂളിലാണ് പോകുന്നത് വിചാരിക്കുക. ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് മോണ്ടിസോറി സ്കൂളിലാണ് പോകുന്നതെങ്കിൽ മോൻ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും അവിടെ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മറ്റു കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, വ്യത്യാസമുണ്ട് കേട്ടോ. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് സിലബസ് തന്നെ ഫോളോ ചെയ്യാൻ പറയും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ പഠിച്ചത് എന്താണോ അതാണ് ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് പറയും. അത് എൻ്റെ ഡിഫറൻസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ സെമിനാർ എടുക്കാം. മിസ്, ചിക്കൂന് തീരെ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിയും ചുമയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു അവസരം കൊടുക്കണമെന്ന് പറയാൻ പറഞ്ഞു. ആണോ? ചിക്കുനും പേര് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സെമിനാറിൽ നോക്കാം. ഹെലൻ കെല്ലാർ ആരാണ് എടുക്കുന്നത്? സുബി അല്ലേ? സുബിക്കല്ലേ ഹെലൻ കെല്ലാർ അറിഞ്ഞൂടാന്ന് പറഞ്ഞത്? അറിഞ്ഞോ? ആളെ മനസ്സിലായോ ആരാന്ന്? കുറച്ചൊക്കെ മീൻസ് അരണ്ടി ചെയ്തപ്പോൾ കുറച്ച് മനസ്സിലായി. ഇനി ഒത്തിരി അതിനകത്ത് ഇപ്പം നോക്കി വന്നപ്പോൾ ഒത്തിരി ഉണ്ട് പുള്ളിക്കാരത്തിയുടെ കാര്യങ്ങൾ, ചരിത്രങ്ങൾ അറിയാനായിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി. മീൻസ് ഞാൻ എത്രയും പഠിച്ചത് അത്രയും മാത്രം ഞാൻ പറയാം.
ബേസിക്കലി പുള്ളിക്കാരത്തി ഒരു ആക്ടർ ആയിരുന്നു. അവർക്ക് കുറെ മീൻസ് പുള്ളിക്കാരത്തി ഒരു മീൻസ് പുള്ളിക്കാരത്തി ബോൺ ആയത് 6 November 1927 ബോൺ ആയത്. ന്യൂയോർക്കിലായിരുന്നു, USA പുള്ളിക്കാരത്തി ഒരു ആക്ടർ ആയിരുന്നു. പുള്ളിക്കാരത്തിയുടെ മീൻസ് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഓണിയൻ മൂവി, ദി പ്രാക്ടീസ്, സ്റ്റാൻഡപ്പ്, അങ്ങനെ കുറെ സിനിമകൾ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ പുള്ളിക്കാരത്തി ഒരു ബ്ലൈൻഡ് ആയിരുന്നു. പുള്ളിക്കാരത്തി ഒരു അഡ്വക്കേറ്റുമായിരുന്നു. കൂടുതലായിട്ട് പുള്ളിക്കാരത്തി ബ്ലൈൻഡിന് വേണ്ടിയും ഡെഫ് പീപ്പിളിന് വേണ്ടിയാ അവരുടെ കേസുകളൊക്കെ ബാധിച്ചിട്ടുള്ളത്. പിന്നെ പുള്ളിക്കാരത്തിയുടെ ഡിസേബിലിറ്റി പുള്ളിക്കാരത്തി ഒരു ഇത് എന്താ പറയുന്ന ഒരു കുറവായിട്ട് കാണിച്ചിട്ടില്ല. സുബി, ആ ആളുടെ പേര് പറയൂ. പുള്ളിക്കാരി എന്ന് പറയുമ്പോ ഒരു എന്തോ പോലെ ഇരിക്കുന്നു. സോറി, ഹെലൻ ഗിരിക്കുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറവ് ഒരിക്കലും ഒരു കുറവായിട്ട് കാണിക്കാതെ, കുറവായിട്ട് കണക്ക് കൂട്ടാതെ അവര് ഒരു നല്ലൊരു അഡ്വക്കേറ്റും നല്ലൊരു ആക്ടറായിട്ട് ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോയി. മോനെ സുബി, മോൻ ഹെലൻ കെല്ലറിനെ കുറിച്ചല്ലേ സെർച്ച് ചെയ്തത്? ആക്ടർ ആയിരുന്നോ? ആക്ടറായിട്ട് എന്റെ അടുത്ത് വന്നാൽ അവരുടെ കുറെ സിനിമകളും വന്നു. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ. ആണോ? ആക്ടിവിസ്റ്റ് എന്നായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവാടാ. ആക്ടറായിട്ട് അവരുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. മാം, ഇത്രയേ ഉള്ളൂ ഞാൻ വായിച്ചത്. അതെ, ഞാൻ കുറെ കൺഫ്യൂസ്ഡ് ആയത്. അതിനകത്ത് കുറെ അവരുടെ സിനിമകളും ഉണ്ടായിരുന്നു. അത് അവരൊരു റീലും ഉണ്ടായിരുന്നു. മീൻസ് ഒരു റീലും അല്ലാന്ന് പറയാം, ഒരു പുള്ളിക്കാരത്തി ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടായിരുന്നു, ഒത്തിരി ഏജ് ആയി കഴിഞ്ഞിട്ട്. ആണോ? ഓക്കെ. എനിക്കറിയാവുന്ന ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ June 27, 1818 ജനിച്ചൊരു വ്യക്തിയാണ്. ഹെലൻ കെല്ലറിന്റെ ഒരു ചൈൽഡ്ഹുഡിന്റെ ടൈമിൽ 2 yearsന്റെ ഒക്കെ ആ ഒരു ടൈമിൽ ഹെലൻ കെല്ലറിന് ഒരു ഡിസീസ് വന്നു, അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 19 months ഓൾഡ് ആയിരുന്ന സമയത്ത് ഹെലൻ കെല്ലറിന് ഒരു അൺനോൺ ഇൽനെസ് എന്ത് വന്നു, വരികയും ചെയ്തു. ആ ഒരു ഇൻഫെക്ഷൻ കാരണം സ്റ്റൊമക്കിനെയും ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു വന്നത്. അത് എന്താ പറയാ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. മെൻജൈറ്റിസ് പോലുള്ള നമ്മൾ എന്ന് പറയുന്ന മെൻജൈറ്റിസ് പോലുള്ള ആ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ, ഒത്തിരി നാളെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോയി. ഹെലൻ കെല്ലറിനെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് തന്നെ പാരന്റ്സിനോട് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ ഒരു ഫീവർ, ഈ ഒരു പനി കുട്ടീന്ന് വിട്ടു പോവുകയും പിന്നീട് ഈ കുട്ടി റിക്കവർ ചെയ്ത് വരികയും ചെയ്തു. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടു പോയത് ഹെലൻ കെല്ലറിന്റെ എന്താണ്, കാഴ്ചശക്തി, അതേപോലെ തന്നെ എന്താ പറയാ, കേൾവി ശക്തിയുമാണ്. പിന്നീട് ഹെലൻ കെല്ലറിന്റേതായ ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടി. ഹെലൻ കെല്ലറിന്റെ ടീച്ചറിനെ കുറിച്ചിട്ടും ഒക്കെ എന്താ പറയാ, ഓട്ടോബയോഗ്രഫിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. ആരെങ്കിലും വേറൊരാൾ ഈ ഹെലൻ കെല്ലറിന്റെ ടോപ്പിക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കണ്ട വീഡിയോ ഞാൻ ഒന്ന് ഷെയർ ചെയ്തതാ. ഓക്കെ, അത് ചിലപ്പോ വീഡിയോ വ്യത്യാസം ഉണ്ടാവുമായിരിക്കണം. ഞാൻ കറക്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് മാം ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് മാം എടാ ഓക്കെ ലീവ് ആയിക്കോ, കുഴപ്പമില്ല. സുബി, മോൻ ചെയ്തിരിക്കുന്നത് ഹെലൻ ഗെല്ലർ, ജി ആണ്. ഹെലൻ കെല്ലർ, കെ. ഡിഫറൻസ്. ഇതൊന്ന് ഈ ഒരു സ്പെല്ലിംഗ് ഉണ്ടോ? ഇതൊന്ന് സെർച്ച് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നോക്കോ. അത് വീഡിയോസ് കണ്ട് യൂട്യൂബിൽ നോക്കി വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് നല്ലത് റീഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നേക്കും, അല്ലെ?
മീൻസ് പല കാര്യങ്ങൾ നോക്കി. ഇപ്പം വീഡിയോസും വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഞാൻ ഇതിനകത്ത് നോക്കി. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ആക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ അതിനകത്ത് കുറെ കാര്യങ്ങൾ വന്നു. അതാ ഞാൻ സ്പെസിഫിക്കലി മൂവീസിന്റെ പേരും അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിന്റെ മിസ്റ്റേക്ക് ആക്കും. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അത്. ഇത് ഹെലൻ കെല്ലർ. വിക്കിപീഡിയ എനിക്ക് അത്യാവശ്യം വിശ്വാസമുള്ള ഒരു ഇതാണ് കേട്ടോ. വിക്കിപീഡിയ നോക്കി നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് മോനൊന്നും കൂടി റെഫർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഷുവർ. പ്രസീത. മാം സോറി മാം, കഴിഞ്ഞ വീക്ക് ഫുള്ള് മാരേജും ബിസിയും അങ്ങനെ ആയിപ്പോയി മാം. എനിക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബ്രദറിന്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ തീരെ ഒന്നും പ്രിപ്പയർ നെക്സ്റ്റ് എന്തായാലും സുബി ചെയ്യുമല്ലോ, അപ്പൊ ചെയ്യാം. ദിവ്യ. യെസ് മാം. ദിവ്യ വിനോദാണോ പടാണോ? എഴുതിയത് വായിച്ചാൽ മതിയോ? മോന്റേതായ രീതിയിൽ പറഞ്ഞു. എഴുതിയത് തന്നെ അങ്ങോട്ട് വായിക്കണമെന്നില്ല. Okay. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic and secure to all its citizens. നമുക്കറിയാം ഇത് നമ്മുടെ ഭരണഘടനയുടെ വാക്കുകളാണ്. ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് അംബേദ്കറാണ്. അംബേദ്കർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന ഒരു ജാതിയിൽപ്പെട്ട, അതായത് മഹർ എന്ന് പറയുന്ന ഒരു സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരത്തേക്കാൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുണ്ടെന്ന് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവയൊക്കെ പരിചയപ്പെടുത്തിയത് അംബേദ്കറാണ് നമ്മളെ. ലക്ഷക്കണക്കിന് ഭാരതീയരുടെ വിമോചനത്തിനുള്ള ഒരു വഴിയാണ് അംബേദ്കറുടെ ജീവിതം. തന്റെ ജീവിതത്തിലുണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഈ ജാതീയതയും മറ്റുള്ള എല്ലാ അയിത്തങ്ങളിൽ നിന്നും ഒരു രക്ഷപ്പെടൽ എന്നുള്ള രീതിയിൽ തന്നെ അംബേദ്കറുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നു. റാംജി സക്പാലിന്റെയും ഭീമാബായി സക്പാലിന്റെയും 14ാമത്തെ മകനായിട്ടാണ് ഭീംറാവു ജനിച്ചത്. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് അയിത്തത്തിന്റെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെയധികം അപമാനകരമായിട്ടുള്ള, കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് പോലും പ്യൂണിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ ബെഞ്ചിലിരുന്ന് സുഖമായിട്ടിരുന്നല്ല അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ചാക്ക് കൊണ്ടുവന്ന് ഒരു ക്ലാസിന്റെ ഒരു മൂലയിൽ ആ ചാക്കിലിരുന്ന് ജ്യേഷ്ഠനും അനിയനും കൂടി ഇരുന്നാണ് പഠിച്ചത്. പോകുമ്പോൾ അത് തിരിച്ചത് കൊണ്ടുപോവുകയും വേണം, ക്ലാസ് റൂം വൃത്തിയാക്കുകയും വേണം. അതുപോലെ തന്നെ ആ സ്കൂളിൽ പ്യൂൺ ഇല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. പ്യൂൺ വന്ന് പൈപ്പ് തുറന്ന് മറ്റു കുട്ടികളെല്ലാം കുടിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനൊക്കെ വെള്ളം കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇഫ് ഹി ലീവ്, അതായത് പ്യൂൺ ലീവ് ആണെങ്കിൽ നോ പ്യൂൺ നോ വാട്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ അതുപോലെ അദ്ദേഹം ബിരുദത്തിന് വേണ്ടി വെളിയിൽ ബറോഡയിലോട്ട് പോയ സമയം വരെയും അദ്ദേഹം നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മഹർ സമുദായത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ഒരു വ്യക്തി അന്നത്തെ കാലത്ത് ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1913 അദ്ദേഹം ഉപരിപഠനത്തിനായി കൊളംബിയയിലേക്ക് പോകുന്നത്. അവിടെ ഇന്ത്യയിൽ അനുഭവിച്ചിരുന്ന ജാതീയതയോ ദുരിത ജീവിതമോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നെന്നല്ല, ആ ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ അദ്ദേഹത്തിനെ പഠനത്തിന് സഹായിച്ചത് ഒരു ബറോഡ രാജാവാണ്, കേക്കവ എന്ന ഒരു ബറോഡ രാജാവ്. പുള്ളിയുടെ ഒരു സ്കോളർഷിപ്പ് കൊണ്ട് അദ്ദേഹം ബിരുദാനന്തര ബിരുദവും പിന്നെ ഒരു അഡ്വക്കേറ്റിന്റെ അതിന്റെ പേര് മറന്നുപോയി, ലോ സംബന്ധമായിട്ടുള്ള പഠനവും പൂർത്തിയാക്കിയത്. അതുവരെ അദ്ദേഹം അവിടെ നിന്നു. പിന്നെ ഇതിന്റെ കാലാവധി പൂർത്തിയായതിനു ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇത്രയും നാൾ അവിടെ നിന്നിട്ടും നമ്മുടെ രാജ്യം അത്ര പുരോഗമിച്ചിട്ടില്ല. ഈ ജാതീയതയെ പറ്റി അന്നത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആരും ജാതീയത
കൂടുതൽ എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. ഗാന്ധിജിയുമായിട്ട് ഇതിനെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് പോലും വിളിക്കേണ്ട കാര്യമില്ല എന്ന് ഗാന്ധിജിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ഗാന്ധി എന്ന് മാത്രമേ അദ്ദേഹം ഗാന്ധിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്കായാലും ഇപ്പം പ്രസവത്തിന് ശമ്പളത്തോടു കൂടിയ ലീവ് ഇതൊക്കെ അനുവദിക്കാനായിട്ട് കാരണം അംബേദ്കർ തന്നെയാണ്. പിന്നെ തൊഴിലാളികൾക്ക് കിട്ടുന്ന പല വേതനങ്ങളുടെയും പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ഇതൊക്കെ പുള്ളി കാരണമാണ് സാധിച്ചത്. ഒരുപാട് ജാതീയതയ്ക്ക് വേണ്ടിയും പിന്നെ ഈ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മാം. ഓക്കെ എടാ, നന്നായിട്ട് തരണം കേട്ടോ. ആരായിരുന്നു? ചിക്കുമോള്, മദർ തെരേസയാണ്. ഇല്ല, വേറെ ആരാണ്? മലാല യൂസഫ് സായ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനാ മിസ്സേ. ജയശ്രീ. ഓക്കെ, എനിക്ക് ഡൗട്ട് വന്നു. ജയശ്രീ MT15 ഒരു ജയശ്രീ ഉണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ടായി പെട്ടെന്ന്. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടോ. മിസ്സേ, ഞാൻ ഷോറൂമിൽ ഇരിക്കുക കേട്ടോ. ആണോ? പ്രസന്റ് ചെയ്യാൻ പറ്റില്ല? അടുത്ത ക്ലാസ്സിൽ ഓക്കെ, മതിയോ മിസ്സേ? ഓക്കെ, കുഴപ്പമില്ല. ദിനുസി. Okay, ma'am. Good afternoon, everyone. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. എനിക്ക് കിട്ടിയ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചെറുപ്പം തൊട്ടേ എല്ലാവരും അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് കിട്ടിയത് നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ്. തനിയെ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും, അനുഗാമിയില്ലാത്ത പതികർ തുടർന്നാലും ഇടറാതെ നിൻ ധീരഗാനം. ഗാന്ധി എന്ന ശ്രീ മധുസൂദൻ നായരുടെ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ആരാണ് ഗാന്ധി? നമുക്ക് ആ ഇതിഹാസ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ ഒരിക്കലും വിശ്വസിക്കില്ല എന്നാണ് വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. കുട്ടികൾക്കിടയിൽ അദ്ദേഹം ബാപ്പുജി എന്ന് വിശേഷിക്കപ്പെട്ടു. ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്തായിരുന്നു. പോർബന്ദറിന്റെ പ്രധാനമന്ത്രിയായ കരംചന്ദിന്റെ 4ാമത്തെ പത്നിയായ പുത്തലിബായിയുടെയും മകനായിട്ടായിരുന്നു ജനനം. അദ്ദേഹത്തിന് 3 സഹോദരന്മാരിൽ ഉണ്ടായിരുന്നു. അവരുടെ പേര് ലക്ഷ്മിദാസ്, റാലിയത്ത് ബഹൻ, കർസൻ ദാസൻ. ഈ 3 സഹോദരന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം വൈശ്യകുലത്തിലെ ബനിയ ജാതിക്കാരായിരുന്നു. ഈ ബനിയ ജാതിക്കാര് അന്ന് ഈ ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം എന്ന ആചാരം അവര് പിന്തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി 1883 പോർബന്ദറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മക്കൻജിയുടെ മകളായ കസ്തൂർബായെ വിവാഹം കഴിച്ചു. തന്റെ 15ാമത്തെ വയസ്സിൽ കസ്തൂർബ എന്ന സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. കസ്തൂർബയിൽ ഗാന്ധിജിക്ക് ജനിച്ച ആദ്യ കുഞ്ഞ് അധികകാലം ജീവിച്ചിരുന്നില്ല, പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. പിന്നീട് കസ്തൂർബയിൽ 4 ആൺകുഞ്ഞുങ്ങൾ കൂടി ഗാന്ധിജിക്ക് ജനിച്ചു. 1887 ഹൈസ്കൂൾ പഠനം
പൂർത്തിയാക്കി. സോറി, ഒരു മിനിറ്റ്. 1883 വിവാഹം. 1885 അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു. അത് അദ്ദേഹത്തിന് വലിയ വിഷമവും ആഘാതവും സൃഷ്ടിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് ആ മരണസമയത്ത് അച്ഛന്റെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല. ആ വിഷമം അദ്ദേഹം തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകളിൽ എഴുതിയിട്ടുണ്ട്. 1887 അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ പഠനം പൂർത്തിയായത്. അതിനുശേഷം അദ്ദേഹം ഭാവ്നഗറിലെ ശ്യാമൾദാസ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. പക്ഷെ അധികകാലം നീണ്ടു നിന്നില്ല, അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു. 1888 തന്നെയാണ് അദ്ദേഹത്തിന് ആദ്യ മകനായ ഹരിലാൽ ഗാന്ധി ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം ഉപരിപഠനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ലണ്ടനിലേക്ക് നിയമം പഠിക്കാൻ പോവാമെന്ന് തീരുമാനിച്ചു. അത് ബ്രാഹ്മണ പുരോഹിതനും കുടുംബ സുഹൃത്തുമായ മാംജി ദേവ് ജോഷിയാണ് അദ്ദേഹത്തിനെ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ മാതാവായ പുത്തലിബായിയും മാതുലനായ അമ്മാവനായ തുളസീദാസും അതിനെ എതിർത്തു. അപ്പോ ഗാന്ധിജി താൻ മദ്യത്തിൽ നിന്നും സ്ത്രീകളിൽ നിന്നും മാംസാഹാരത്തിൽ നിന്നും വിട്ടുനിന്നുകൊള്ളാമെന്നുള്ള ഉറപ്പ് തന്റെ മാതാവിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ സഹോദരനായ ലക്ഷ്മിദാസും ഒരു അഭിഭാഷകനായിരുന്നു. അപ്പൊ ഗാന്ധിജിക്ക് ലണ്ടനിലേക്ക് പോവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ലക്ഷ്മിദാസ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ലണ്ടനിലേക്ക് പുറപ്പെട്ടു. നിയമപഠനം അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. 1891 അദ്ദേഹം നിയമപഠനം കഴിഞ്ഞ് നാട്ടിലെത്തി. പക്ഷെ അദ്ദേഹത്തെ വരവേറ്റത് സ്വന്തം അമ്മയുടെ മരണവാർത്തയാണ്. 1891 അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടു. കുറച്ചുനാൾ മുംബൈ രാജ്കോട്ടിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തെങ്കിലും അദ്ദേഹം 1893 ദാദാ അബ്ദുള്ള ആൻഡ് ദക്ഷിണാഫ്രിക്ക കമ്പനിയുടെ വക്കീൽ ജോലി ഏറ്റെടുത്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോലി ചെയ്യാനായിട്ട് അദ്ദേഹം പോയി. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്ത സാമൂഹിക വിവേചനങ്ങളാണ് നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വഴിവെച്ചത്. 1915 മഹാത്മാഗാന്ധി 1915 ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലെത്തുകയും അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പൗരാണിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അഹിംസയിലൂടെയും സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന തത്വമായിരുന്നു ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചത്. 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹവും 1942 ക്വിറ്റ് ഇന്ത്യ സമരവും വലിയ വിജയമാക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. അങ്ങനെ വിവിധ സഹന സമരത്തിലൂടെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ മധുരം അധികകാലം നുണയാൻ ഗാന്ധിജിക്ക് സാധിച്ചില്ല. 1 വർഷം പോലും തികയ്ക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചില്ല. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ചു വകവരുത്തി. ഗാന്ധിജി എന്ന മഹാത്മാവിന്റെ ജന്മദിനം ഇന്നും ഇന്ത്യയിൽ പൊതു അവധി ദിവസമാണ്. നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ്, ഓങ് സാൻ സൂചി എന്നീ അനേകം ലോക നേതാക്കളിൽ പോലും സ്വാധീനം ചെലുത്താൻ സാധിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനവും കൂടിയായി ലോകം ഇന്നും ആചരിച്ചു വരുന്നു. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ ഡെൻസി. താങ്ക് യു മിസ്. അപ്പോ തേർഡ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരു സെമിനാറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മള് ഏത് യൂണിറ്റ് എടുക്കുന്ന പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഇനി ഏത് യൂണിറ്റ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, അതിനെന്തെങ്കിലും പറഞ്ഞോ? ഒരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഈ പരീക്ഷ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡോക്ടർ അംബേദ്കറുടെ കാര്യം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചോദിക്കുമോ? എനിക്ക് മനസ്സിലായില്ല.
മീൻസ് നമ്മളുടെ എക്സാമില് നമ്മൾക്ക് നമ്മളുടെ ഫേമസ് ലീഡേഴ്സിന്റെ കാര്യം അവരുടെ ഹിസ്റ്ററിയോ എന്തെങ്കിലും നമ്മൾ ലൈക്ക് മാം സെമിനാർ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, അങ്ങനെ എന്തെങ്കിലും ടോപ്പിക് വന്നിട്ട് അവർ നമ്മളോട് പറയുമോ, സംസാരിക്കാൻ പറയുമോ? ഇല്ല. ഇല്ല. ജസ്റ്റ് ഇത് നമ്മള് ഗ്രേറ്റ് പേഴ്സൺസിന്റെ സ്റ്റോറീസ് നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യും, കുറച്ചും കൂടി സോഷ്യലബിൾ ആകാൻ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഒരു സെമിനാർ എടുക്കാനേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് സെമിനാറായിട്ട് എഴുതി വെക്കണോ, കാണിക്കാനായിട്ട്? വേണ്ട വേണ്ട വേണ്ട. ആക്ടിവിറ്റി ബുക്കിൽ നിങ്ങൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. ഓക്കെ. ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടില്ല എല്ലാവരും? പറഞ്ഞിരുന്നു അപർണ മാം, ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെന്റും നീഡ്സും എടുക്കാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഞാൻ നിങ്ങളോട് പറയുന്ന വെച്ചാല് ഏത് ചാപ്റ്റർ ആണ് നെക്സ്റ്റ് എടുക്കേണ്ടത് ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോട്ട് ചെയ്തിരുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ് എന്ത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ള ഒരു എന്താ പറയാ, ഹ്യൂമൻ ബീങ്സിനുള്ളൊരു അനിമൽസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേജ് നമ്പർ 54. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ലാംഗ്വേജ്. നമ്മളിങ്ങനെ നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അറ്റ് ബർത്ത് കുട്ടികളിൽ ലാംഗ്വേജ് പ്രസന്റ് ആണോ? ഇല്ല. പതിയെ പതിയാണ് കുട്ടികളിൽ എന്ത് വരുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത്. അവർ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ പതിയെ പതിയെ ആയിരിക്കും ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മള് മക്കള് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് വേർഡ് പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ? നമുക്ക് നോക്കാം ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താന്നുള്ളത്. ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്. നമുക്ക് സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ മീഡിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്റെ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരും ഇല്ലേ? എന്നാലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ആക്ഷൻസിലൂടെ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അനിമൽസ്. മറ്റ് അനിമൽസിൽ നിന്ന് നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. കുട്ടികളില് ലാംഗ്വേജ്, കുട്ടികൾ സംസാരിക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളും. ഫസ്റ്റ് കുട്ടികളിലെ ലാംഗ്വേജ് ഏതാണ്? ഫസ്റ്റ് ഒരു ക്രൈ ചെയ്യുന്നതാണ് അല്ലെ? അവർ ആദ്യം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്? ക്രൈയിങ് ആണ്. അവർക്ക് വിശക്കുമ്പോഴും സങ്കടം വരുമ്പോഴും അമ്മനെ കാണാണ്ട് വരുമ്പോഴും എപ്പോഴും അവരെന്ത് ചെയ്യും? കരയും അല്ലെ? ക്രൈ ചെയ്യും. പിന്നെ അവര് തോട്ട് യൂസ് ചെയ്തൊരു കൂളിംഗ് സൗണ്ട് എന്നൊക്കെ ഉള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞു കുട്ടികള് 1.5 മാസം 2 മാസം 3 മാസമൊക്കെ ഉള്ള കുട്ടികൾ ഈ ഒരു കൂളിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കൂളിംഗ്, ദ ചൈൽഡ് പ്രൊഡ്യൂസ് സൗണ്ട് ഫ്രം ഹിസ് തോട്ടിൽ നിന്നായിരിക്കും ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ബബ്ലിംഗ് സൗണ്ട്. ബബ്ലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഉമിനീരുണ്ടല്ലോ എന്താ പറഞ്ഞ ബബ്ലിംഗ്, അത് വന്നിട്ട് അങ്ങനെ സൗണ്ടുകൾ. ചില കുട്ടികൾ ബ എന്നായിരിക്കും പറയുന്നത്. ചില കുട്ടികൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ബബ്ലിംഗ് സൗണ്ടില്. ചില കുട്ടികൾ പാപ്പ എന്ന് പറയും, ചിലര് പാപ്പാപ്പ എന്ന് പറയും, ചിലവര് മാമാമ എന്ന് പറയുന്നുണ്ട്. ഓരോ രീതിയും ഓരോരുത്തരെയും എന്റെ ഡിഫറൻസ് ആയിരുന്നു. പപ്പാപ്പ പറയാറുണ്ട് ഇങ്ങനെ. എന്റെ കുട്ടീനെ സംബന്ധിച്ച് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ അവള് പറഞ്ഞത് ചായാണ്. ചാച്ച എന്നാ പറഞ്ഞത്. ചാ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് അവൾ ആദ്യമായിട്ട് പറഞ്ഞത്. ഞാൻ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ഒരു കാര്യമാണ്. അവൾ ആദ്യം കമ്പയർ ചെയ്ത് പറഞ്ഞ ആ ഒരു സൗണ്ട് ചാന്നാണ്. ചാന്നാ പറയുന്നത്. അപ്പൊ കുറച്ച് ചാന്ന് പറയുന്ന സൗണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവളെ ആ പറയിപ്പിക്കണം, അമ്മ പറയിപ്പിക്കുക, അടുത്ത വേർഡ് അമ്മ പറയിപ്പിക്കണം. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അമ്മ പറയാനായിട്ട്. ആ പറഞ്ഞു കൊടുത്ത് അവള് പറയൂല, ആ പറയുന്നില്ല. അവള് എത്ര വട്ടം നമ്മള് ആ പറഞ്ഞാലും അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാലും പറയില്ല. ഈ ചായ എന്തായിട്ട് ഫോം ആയെന്ന് അറിയാവോ? അച്ഛ എന്നായിട്ട് ഫോം ആയി. അച്ഛ ചാ വന്ന് ചാച്ചാ പറഞ്ഞ അത് അച്ഛയായിട്ട് ഫോം ചെയ്തു. അച്ഛ അവള് പറഞ്ഞു. ചാച്ച എന്ന് പറയുന്ന സൗണ്ട് ചാച്ച എന്ന് പറഞ്ഞു തുടങ്ങി. ചച്ച എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും അമ്മ എന്ന് പറയുന്ന വേർഡ് പറയുന്നതില്ല. അമ്മ പറയാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ ഒത്തിരി അത്യാവശ്യം എനിക്ക് തോന്നുന്നു 1.5 years കഴിഞ്ഞിട്ട് 1.5
1 ഇയർ കഴിഞ്ഞിട്ടാണ് അമ്മ എന്ന് പറയുന്നത്. എന്റെ ഓർമ്മയിൽ അമ്മ എന്ന് പറയുന്ന മാ പറഞ്ഞു തുടങ്ങിയത്. അമ്മാന്ന് ആവില്ലായിരുന്നു, കറക്റ്റ് ആയിട്ട് അമ്മാന്ന് ഫോം ചെയ്ത് പറയില്ലായിരുന്നു. എന്താ പറയാ, എന്തോ അമ്മീന്ന് പറയുമായിരുന്നു. അമ്മ എന്ന് പറയുക അമ്മീന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പൊ കുട്ടികൾ പതിയെ പതിയാണ് ഈ വവൽസും കാര്യങ്ങളും ഈ സൗണ്ട്സും കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ വേർഡ്സ് ഫോം ചെയ്ത് തുടങ്ങുന്നത്. കുട്ടികൾ ഏത് ലാംഗ്വേജ് ആണോ കേൾക്കുന്നത്, അവർ സ്ഥിരമായിട്ട് കേൾക്കുന്ന ലാംഗ്വേജ് ആയിരിക്കും അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതും അവർ നമ്മളോട് പറയുന്നതും. അപ്പൊ ഒരു മീനിങ് ഫുൾ വേർഡ് സാധാരണയായിട്ട് പറയുന്നത് പ്രൈമറി കെയർ ടേക്കറിനൊക്കെയാണ് എന്നാണ് ടെസ്റ്റിൽ പറയുന്നത്. നമ്മൾ എത്ര കെയർ ചെയ്തിട്ടും കാര്യമില്ല, ചിലപ്പോ ചില കുട്ടികൾ അച്ഛന്നായിരിക്കും ആദ്യം പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്. പറഞ്ഞ് അവള് അച്ഛന്ന് പറഞ്ഞു. അച്ഛന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അമ്മ എന്ന് പറഞ്ഞില്ല അവള്. പിന്നെ നമ്മൾ കുട്ടികൾ പറയുന്ന വേർഡ്സുകളായിരിക്കും. അവർക്കിപ്പോ ബോള് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ബോൾ എന്ന് പറയും. അപ്പൊ ആ ബോൾ ബോൾ എന്ന് പറയുന്നതിന് ഒരുപാട് മീനിങ് ഉണ്ടാവും. എനിക്കൊരു ബോൾ വേണം, ഞാനൊരു ബോൾ കണ്ടു, എന്റെ കയ്യിൽ നിന്ന് ബോൾ വീണു, എല്ലാത്തിനും ഒറ്റ വേർഡ് പറയും, ബോൾ. അപ്പൊ എന്താണ്, ആ ബോൾ നമ്മൾ ചിലപ്പോൾ എടുത്തു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബോൾ വേണമെന്നായിരിക്കും. എല്ലാത്തിനും ഒറ്റ വേർഡ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ അമ്മ എന്ന് പറയുകയാണെങ്കിൽ അമ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മയുടെ കെയർ വേണമെന്നാവാം, അല്ലെങ്കിൽ അവർക്ക് വിശക്കുന്നു എന്നാവാം. ഡിഫറെന്റ് രീതിയിൽ അവരത് പറയും. പിന്നെ അവർ ടെലഗ്രാഫിക് സ്പീച്ച് ഫോം ചെയ്യും. വാൺ ബോൾ, സീ ബോൾ, അങ്ങനെ ചെറുതായിട്ട് ബോള് കണ്ടു, ബോള് വേണം. അങ്ങനെ പതുക്കെ ഒരു ടെലഗ്രാഫിക് സ്പീച്ചുകൾ ഫോം ചെയ്ത് തുടങ്ങും. പിന്നീടാണ് അവര് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് പറയുന്നത്. ഐ വാണ്ട് എ ബോൾ. അതൊരു 1.5 വയസ്സൊക്കെ കഴിയണം. 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ബോൾ വേണം എന്ന് വ്യക്തമായിട്ട് പറയും. ഓക്കെ. അപ്പൊ ലാംഗ്വേജ് കുട്ടികളിൽ ജനിക്കുന്ന സമയത്ത് ആബ്സെന്റ് ആണ്. ആ ടൈമിൽ ഒരു 4 വീക്സ് ഒക്കെ തുടങ്ങി കുട്ടികൾ അവരുടെ തോട്ടിൽ നിന്ന് ഒരു പ്രത്യേക സൗണ്ടും കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു സോഷ്യലൈസേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണെന്ന് അറിയാവോ? ആ ഒരു സോഷ്യൽ സ്മൈൽ തുടങ്ങില്ലേ? കുട്ടികൾ ചിരിച്ചു തുടങ്ങുന്നത്, സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ കാണുമ്പോൾ കുട്ടി ചിരിച്ചു, ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ കുട്ടി ആദ്യമായിട്ട് ചിരിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു സോഷ്യൽ സ്മൈലാണ് കുട്ടിയിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സോഷ്യൽ സ്മൈല്. പിന്നീട് അവർ ആ ബബ്ലിംഗ് സൗണ്ടും കാര്യങ്ങളും ഫോം ചെയ്യും. 28th വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഈ ബബ്ലിംഗ് സൗണ്ട് പാപ്പാപ്പ അങ്ങനത്തെ സൗണ്ടുകളും കാര്യങ്ങളും ഫോം ചെയ്യും. പതിയെ പിന്നെ കുട്ടികളിൽ ഒരു 10 months ഒക്കെ ആകുമ്പോഴേക്കും ഒരു വേർഡ് ഒക്കെ കുട്ടികൾ പറയാൻ തുടങ്ങും. ഇപ്പൊ അച്ഛ, അമ്മ, അങ്ങനെ പ്രൈമറി കേട്ടൊക്കെ ആരാണോ അവരുടെ ഒരു വേർഡും കാര്യങ്ങളും പറയും. പിന്നെ അവര് എന്ത് കാണുമ്പോഴും ആ ഒരു വേർഡ് യൂസ് ചെയ്യാൻ തുടങ്ങും. ദെൻ ഇപ്പോ ജസ്റ്റ് മൃഗങ്ങളെ കാണുകയാണെങ്കിൽ എന്റെ മോള് ആദ്യം പറഞ്ഞിരുന്നത് ഏത് മൃഗത്തിനെ കണ്ടാലും ഉമ്പാന്നാ പറഞ്ഞിരുന്നത്. വീടിന്റെ അടുത്തൊരു പശു ഉണ്ടായിരുന്നു. അപ്പൊ പശുവിനെ കാണുമ്പോ അത് പശു ഉമ്പാന്ന് പറഞ്ഞു കൊടുക്കും, ഉമ്പാന്ന് പറയും. അവള് പശുവിനെ കണ്ടാലും ഉമ്പാന്ന് പറയും. പിന്നെ എന്താണ്, ഏത് ജീവിനെ, ആടിനെ കണ്ടാലും അങ്ങനെ തന്നെ പറയും. ഇപ്പൊ വലിയ ആനയാണെങ്കിൽ പോലും അവൾ ഉമ്പാന്നാ പറയാം. അത് ഉമ്പ നിൽക്കുന്നുണ്ട്, ഉമ്പയാണ്. അപ്പൊ ആദ്യം കുഞ്ഞുങ്ങള് അങ്ങനെയാണ്, ഒറ്റ വേർഡായിരിക്കും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. പിന്നീട് അവരിൽ മാറ്റങ്ങൾ വരും കേട്ടോ. നോക്കാം. കുട്ടികളിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് ക്രൈയിങ്ങിലൂടെയാണ്. ദെൻ കൂളിംഗ്, ദ ചൈൽഡ് പ്രൊഡ്യൂസ് സൗണ്ട് ഫ്രം ഹിസ് തോട്ട്. ബബ്ലിംഗ്, ദ ചൈൽഡ് കമ്പൈൻ എ വവൽ ആൻഡ് കൺസ്ട്രെയിൻ സൗണ്ട് ആൻഡ് റിപ്പീറ്റ് കണ്ടിന്യൂസ്ലി. ബബ്ബ, മാമ, അങ്ങനെ ഡിഫറെന്റ് സൗണ്ട്സ് അവര് പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു പ്രൈമറി കെയർ ടേക്കർ, മാ ഓർ പാ, അച്ഛയോ അമ്മയെന്നോ ആയിരിക്കും അവര് പ്രൈമറി ആയിട്ടുള്ള വേർഡ് വരുന്നത്. സിംഗിൾ വേർഡ്സ് പിന്നെ പറയാൻ തുടങ്ങും. ബോള്, ഇപ്പൊ എന്ത് ഒരു കാര്യം വേണമെങ്കിൽ, അപ്പൊ അത് കണ്ടു എന്നായാലും അത് വേണമെന്നായാലും അതിന്റെ കയ്യിൽ നിന്ന് പോയിന്നായാലും എല്ലാത്തിനും ഒറ്റ വേർഡ്, സിംഗിൾ വേർഡ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ സ്റ്റേജസ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്. ഇപ്പോ പിന്നീട് അവര് ഒരു സിമ്പിൾ ആയിട്ട് പറയും, ബോള് വേണം, ഐ വാണ്ട് ബോൾ, വാണ്ട് ബോൾ, സീ ബോൾ, അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയും. പിന്നീട് ഒരു വലുതാവുന്നതിനനുസരിച്ച് സിമ്പിൾ സെന്റൻസും കാര്യങ്ങളും ഫോം ചെയ്ത് പറയാൻ തുടങ്ങും. ഐ വാണ്ട് എ ബോൾ എന്നൊക്കെ പറയും. ലേണിംഗ് ബൈ ലാംഗ്വേജ് ഇൻഡിക്കേറ്റ് അക്വയറിംഗ് 4 skills. ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് 4 skills വേണം. ഇപ്പൊ നിങ്ങൾക്ക് ഏതെല്ലാം ലാംഗ്വേജ് അറിയാം? സാധാരണയായിട്ട് എനിക്ക് മലയാളം അറിയാം. എനിക്ക് മലയാളം ലിസൺ ചെയ്താൽ കേട്ടാൽ മനസ്സിലാവും. സ്പീക്ക് ചെയ്യാൻ അറിയാം, റീഡിങ് അറിയാം, റൈറ്റിംഗ് അറിയാം. സോ എനിക്ക് മലയാളം സെറ്റാണ്. മലയാളം എനിക്ക് ലാംഗ്വേജ് എന്ന് പറയാൻ അറിയാം.
ഇംഗ്ലീഷ് ലിസൺ ചെയ്താൽ അറിയാം, സ്പീക്ക് ചെയ്യാൻ അറിയാം, റീഡ് ചെയ്യാൻ അറിയാം, റൈറ്റ് ചെയ്യാൻ അറിയാം. ആ ഒരു ലാംഗ്വേജും എനിക്കറിയാം. പക്ഷെ ഹിന്ദി സെയിം, ലിസൺ അറിയാം, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഹിന്ദിയും പോസിബിൾ ആണ്. തമിഴ് എനിക്ക് ലിസൺ അറിയാം, സ്പീക്ക് അറിയാം, റീഡ് ചെയ്യാൻ അറിഞ്ഞൂടാ, റൈറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. സോ അവിടെ ലാംഗ്വേജ് കംപ്ലീറ്റ് അല്ല. മനസ്സിലായോ? നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ 4 സ്കിൽസും നമുക്ക് വേണം. ഈ 4 സ്കിൽസും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്ഡ് ആണെന്ന് പറയാം. അപ്പൊ ലാംഗ്വേജ് ബി നോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂലൊക്കെ കൊടുക്കും. അപ്പൊ അതിൽ ചിലപ്പോൾ ലിസണിങ് സ്കിൽ ഉണ്ട്, സ്പീക്കിംഗ് സ്കിൽ ഉണ്ട്, റീഡിങ് സ്കിൽ ഉണ്ട്, റൈറ്റിംഗ് സ്കിൽ ഉണ്ട്, ടിക്ക് ചെയ്യാനൊക്കെ പറയും. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 സ്കിൽസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ലാംഗ്വേജ് നല്ല രീതിയിൽ അറിയാം അല്ലെങ്കിൽ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. At this stage, the child should be introduced to game activity that improve his listening and speaking skill at the same time. നമ്മൾ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾക്ക് എന്താ പറയാ, ഈ ഗെയിംസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവരുടെ സ്പീക്കിംഗ്, ലിസണിങ് സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിസണിങ് ടു സ്റ്റോറീസ്, കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്, റിപ്പീറ്റിംഗ് റൈംസ്, ലിസണിങ് ടു റെക്കോർഡഡ് മ്യൂസിക്, meditation, games such as Chinese whisper, Simon says, drawing കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കോൺസെൻട്രേഷനും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യും. ചൈനീസ് വിസ്പേഴ്സ് അല്ലെങ്കിൽ സൈമൺ സേ എന്നൊക്കെ പറയുന്ന ഗെയിമുകളാണ് കേട്ടോ. ഇനി ഞാനിപ്പോ ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് പറയും. ഞാൻ ഒരു വേർഡ് പറയും, സൈമൺ സേസ് ക്യാറ്റ്. അപ്പോ അടുത്തൊരാൾ പറയും സൈമൺ സേസ് ക്യാറ്റ് ക്യാറ്ററ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർഡ് കണക്ട് ചെയ്ത് വലിയ സെന്റൻസ് ആക്കി പറയില്ലേ, ഓരോ കുട്ടികളിൽ നിന്ന് പാസ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഉണ്ട് സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കും. നിങ്ങൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ട്രെയിൻ ചെയ്യാണ്. സോ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പിന്നെ മലയാളത്തിൽ കളിക്കാറുണ്ട്, മലയാളത്തില് പിള്ളേര് ഇങ്ങനെ പറഞ്ഞു കളിക്കുന്ന ഞാൻ കേട്ടു. എങ്ങനെയാണത് ഗെയിം മലയാളത്തിൽ? എനിക്ക് മലയാളത്തിൽ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാ. മെമ്മറി ഗെയിം അല്ലടാ. ഞാനിപ്പോ മോനോട് തുടങ്ങുമ്പോ സൈമൺ സേസ് ഇന്നതെന്ന് പറയും, ചെയർ. അപ്പോ അടുത്ത ആള് സൈമൺ സേസ് ചെയർ ആൻഡ് എന്താണ് ടേബിൾ. അടുത്ത ആള് ഫ്ലവേഴ്സ് വെച്ച് പറയുമ്പോ ഫസ്റ്റ് ഒരാൾ കണ്ടിന്യൂ ചെയ്ത് പറയും. ഫസ്റ്റ് സെക്കൻഡ് ആ ഓർഡർ തെറ്റിക്കാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറയും. കുട്ടികളുടെ ആ ഒരു മെമ്മറൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കളിച്ചിട്ടുണ്ട്. സിനിമാ പാട്ടിന്റെ അങ്ങനെ പറയും, സിനിമാ പാട്ട് അല്ലെങ്കിൽ സിനിമാ പേര് അങ്ങനെ കളിക്കാറുണ്ട് പിള്ളേര്. സിനിമയുടെ പേരിൽ ആദ്യം മണി എന്നെല്ലാം പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിത്ര അങ്ങനെ ജോയിൻ ചെയ്ത് റൗണ്ടിൽ അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. മലയാളത്തിൽ അങ്ങനെ. ഞാൻ പറഞ്ഞ ഗെയിം മനസ്സിലായല്ലോ. പിന്നെ ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത് നമ്മളിപ്പോ റീലുകളിലൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ഒരാളൊരു ആക്ഷൻ കാണിക്കും, ഒരു ആക്ഷൻ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. അത് നല്ല രീതിയിൽ സ്റ്റെപ്പ് ഇടും. എന്നിട്ട് അടുത്ത ആളോട് പറയും അതേപോലെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഒരാള് ആദ്യത്തെ ആൾക്ക് ആക്ഷൻ കാണിക്കും, അടുത്ത ആള് നെക്സ്റ്റ് ആൾക്ക് ആ ഒരു ആക്ഷൻ കാണിക്കും, നെക്സ്റ്റ് ആള് അടുത്തൊരാൾക്ക് ആക്ഷൻ കാണിക്കും. പറഞ്ഞ് അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ച് വരുമ്പോ ലാസ്റ്റ് ചെയ്യുന്ന ആള് എന്തൊക്കെയോ കാണിക്കുന്ന പോലെ ആയിരിക്കും. കറക്റ്റ് ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ആക്ഷൻ ചെയ്യും. ഇല്ലേ? അത് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ റീല് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ഇടയ്ക്കൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള റീലൊക്കെയാണ്. എന്നോടൊക്കെ ആണെങ്കിൽ ഞാൻ ഡാൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളായിട്ടായിരിക്കും ചെയ്യുന്നത്. മിസ്സേ, ഞങ്ങള് ഒരു ഓണ സെലിബ്രേഷൻ ഞങ്ങളുടെ ഫാമിലീസ് അങ്ങനെ ചെയ്തായിരുന്നു, ഡാൻസിന്റെ സ്റ്റെപ്പ് വെച്ചിട്ട്. ആണോ? അങ്ങനെ. അതാണ് ചൈനീസ് വിസ്പർ എന്നൊക്കെ പറയുന്ന ഗെയിമുകൾ. ഇതെല്ലാം കുട്ടികളിൽ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യും. കുട്ടികൾക്ക് ഡ്രോയിങ്ങും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ ക്രയോൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കുഞ്ഞു പിള്ളേരുള്ള വീട്ടില് ഭിത്തിയിലൊക്കെ നല്ല രീതിയിൽ ഡ്രോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് കേട്ടോ. ആരെയും വഴക്കൊന്നും പറയരുത്. എന്താണ് ഭിത്തി അല്ലെങ്കിൽ വോളൊക്കെ ചീത്തയാക്കി കിടക്കുന്നു അല്ല ചീത്തയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വഴക്കൊന്നും പറയരുത്. കാരണം അവരിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് ആ കുട്ടികളിൽ ആ ഒരു മാറ്റവും അവർ ഈ ഡ്രോ ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികളുടെ ഡെവലപ്മെന്റ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഈ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ വീട്ടിലുണ്ട് അവരെ ഹൈറ്റിനാണ് ആദ്യം ഡ്രോ ചെയ്ത് പോയത്. ഹൈറ്റ് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈറ്റ് കടന്നു പോയി. ഇപ്പൊ സോഫയുടെ മുകളില് കേറിയിട്ട് അങ്ങ് വരയ്ക്കും. അതന്നെയാണ് ചെറിയ സ്റ്റൂള് കസേരയിട്ട് ആ കസേരയിട്ട് അതിന്റെ മേലെ കയറിയിട്ട് ഡ്രോ ചെയ്യുന്നത് ഭയങ്കര പണിയാ. രണ്ടുപേരാ ഒരേപോലെ.
ഡ്രോയിങ്ങിന് 3 ഭയങ്കര പേരുണ്ട്. നമ്മളത് ഡെവലപ്മെന്റ് ഭാഗമാണ്, സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ മിസ്സേ എനിക്ക് 2 പ്രായത്തിലുള്ള പിള്ളേരാണ്. അപ്പൊ 8 വയസ്സും ഒരെണ്ണം ഇപ്പൊ 18 വയസ്സാകുമ്പോൾ. അപ്പൊ ഇളയവള് ചെയ്യണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ ചെയ്താന്ന് പറഞ്ഞിട്ട് മൂത്തോളും വരയ്ക്കും. നല്ലോണം വരയ്ക്കുകയൊക്കെ ചെയ്യും. നല്ലോണം വരയ്ക്കും, അവളും വരയ്ക്കും. പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനും ചെയ്ത് പറഞ്ഞ് ഞാൻ പറയുമ്പോ ആളല്ലേ അത് ചീത്താക്ക പുതിയ പെയിന്റ് ഒക്കെ അടിച്ച മിസ്സേ. അപ്പൊ പറഞ്ഞിട്ടാണ് അടിച്ചത്. പക്ഷെ ഇളയവള് പിന്നെയും തുടങ്ങി പണി, ഓരോന്ന് ഒട്ടിക്കലും പിടിക്കലും ഇട്ടാ. അപ്പത്തേക്കും പറഞ്ഞു അവള് ചെയ്യണ്ടല്ലോ, അപ്പൊ ഞാനും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവള് ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വഴക്ക് പറയാറില്ല മിസ്. ഓക്കെ, കുഞ്ഞു കുട്ടികളുടെ ഡ്രോയിങ് ഒക്കെ അവരുടെ ഡെവലപ്മെന്റ് ഭാഗമാണ്, നല്ലതാണ്, സപ്പോർട്ട് ചെയ്യാം. വരയ്ക്കാനായിട്ട് അവർക്ക് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. മിക്കപ്പോഴും ബുക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല, അവർക്കും ഭിത്തി ആ വോളും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇഷ്ടം വരയ്ക്കാനായിട്ട്. അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ആ ഭിത്തിയിലൊക്കെ ആയിരിക്കും. ദാറ്റ്സ് ഓൾ. അത് കുഴപ്പമില്ല, അതൊക്കെ അവരുടെ പ്രായത്തിന്റെയാണ്. കുറച്ചും കൂടി വലുതാവുമ്പോ മാറും. 18 വയസ്സായിട്ട് മാറില്ല എന്ന് പറയുമ്പോ ഓക്കെ കുഴപ്പമില്ല. നല്ലോണം ചെയ്യും അവള്, നല്ല വർക്കൊക്കെ ചെയ്യും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ആ പിള്ളേരുടെ കഴിവ് അവൾക്കും നല്ല കഴിവാണ്. അപ്പൊ കുഞ്ഞുനാളിൽ ചെയ്ത അവൾക്ക് ഓർമ്മയില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവള് അനിയത്തി ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കുട്ടിത്തരവും ചെയ്യണുണ്ട് നല്ലോണം. ചിലപ്പോ നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യും, അങ്ങനെ ഉദ്ദേശിച്ചല്ലേ? ഓക്കെ. അപ്പൊ ഇത് നല്ലതാണ് കുട്ടികളിൽ ഈ പറഞ്ഞിട്ടുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളും ബോളിലൊക്കെ ഡ്രോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്താണ് നല്ല കാര്യമാണ്. കാരണം കുട്ടികളുടെ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള പാത്തിലാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ബാലൻസ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ബാക്കിയുള്ളത്. ഓക്കെ ഓക്കെ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? എപ്പോഴും ഞാൻ തന്നെ എല്ലാ ക്ലാസ്സിലും അതെ മഞ്ജു ആണ്, പറഞ്ഞോടാം. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിനും പിന്നെ ഇന്ന് സെമിനാർ എടുത്ത നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് എല്ലാരും. പിന്നെ സുബിക്ക് ഇത്തിരി ഇത് പറ്റി, പക്ഷെ അതൊന്നുകൂടി നോക്കിയാൽ മതി. ഞാൻ ആക്ടർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അഭിനയിച്ചല്ല, അവരുടെ സിനിമകള് ആൾക്കാര് ഇതാക്കിയെന്ന് എനിക്കറിയായിരുന്നു. കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോ ഞാൻ കുറ്റം പറഞ്ഞല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അവരുടെ ജനനസ്ഥലം എല്ലാം ഒക്കെ പറയുമ്പോ നമ്മള് കേട്ടിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഗാന്ധിജിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. മോഹൻചന്ദ് അങ്ങനെ അത് പറഞ്ഞു. അപ്പൊ അത് ഇന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ അത്ര അറിവ് കിട്ടി. ഞാൻ സുബിനെ കുറ്റം പറഞ്ഞല്ല കേട്ടാ. നമ്മളിപ്പോ ആർക്കായാലും അപ്പൊ പുള്ളിക്കാരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ റെസ്പെക്ട് കൊടുക്കാണ്ടിരിക്കണ പോലെ തോന്നി. അത് അങ്ങനെയല്ല, എനിക്കൊരു ലാംഗ്വേജിന് കുറവുണ്ട്, അത് വരെ സത്യം. അതെല്ലാരും ശ്രമിക്കുക. ബിക്കോസ് ഇപ്പൊ ഞാൻ മലയാളം വായിച്ച് പഠിച്ചോണ്ടിരിക്കുവാ. അത് കുഴപ്പമില്ല, ഞാൻ അതാണ് പറഞ്ഞത്. അത് പിന്നെയും കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, സുബിക്കൊന്നും തോന്നരുത് കേട്ടാ. പിന്നെ വേറെ ഒന്നുമില്ല, ഇന്നത്തെ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മഞ്ജു, താങ്ക് യു ഓൾ. ബാക്കി ആ സെമിനാറൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാനുള്ളവര് അത് പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അതേപോലെ ചിക്കുവിനോടും പറഞ്ഞിട്ട് നെക്സ്റ്റ് പ്രസന്റ് ചെയ്താൽ മതി എന്നാ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.